പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ അറിയിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരുന്ന വേദഭാഗങ്ങളും ധ്യാനവും ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ സാത്താൻ ആരെന്നും കൂടി നമ്മൾ അറിയണം എന്ന ഒരു ധ്യാനമാണ്, ഒരു ചിന്തയാണ് നമ്മൾ കൊണ്ടുവന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ മഹത്തരമായ പ്രവർത്തികൾ, ദൈവത്തിൻ്റെ ശക്തിപ്രാഭവം നമ്മളിൽ പ്രകടമാകുന്നത് എങ്ങനെയാണെന്ന് നാം മനസ്സിലാക്കണമെങ്കിൽ, നാം ദൈവത്തെ അനുഭവിച്ച് രുചിച്ചറിഞ്ഞു പോകണമെങ്കിൽ സാത്താൻ്റെ തന്ത്രങ്ങളും അവൻ്റെ പ്രലോഭനങ്ങളും കൂടി അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ അവൻ്റെ പ്രലോഭനത്തിൽ നിന്നും അവൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ദൈവത്തെ നമുക്ക് പൂർണ്ണാത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയുള്ളൂ, അതിനുള്ള അറിവുണ്ടാകുകയുള്ളൂ എന്നുള്ള ഒരാലോചനയാണ്, ഒരു ചിന്തയാണ് ഈ ശുശ്രൂഷ പങ്കുവെക്കാൻ ഇടയായത്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ശുശ്രൂഷ പങ്കുവെക്കാൻ ഇടയായപ്പോൾ തന്നെ ചില ആളുകളൊക്കെ നമ്മളോട് സംസാരിച്ചു. അത് നല്ലൊരു അനുഭവമായിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു കാര്യമായിരുന്നു. സാത്താൻ്റെ പ്രലോഭനത്തിൽപ്പെട്ട് മാനസികമായി തകർന്നിരിക്കുന്ന ആളുകളൊക്കെ വിളിക്കുവാനും ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സാത്താൻ്റെ പ്രലോഭനങ്ങളെക്കുറിച്ച്. ഏതൊക്കെ തരത്തിലാണ് ഈ സാത്താൻ നമ്മളെ പ്രലോഭിപ്പിക്കുന്നത്? അങ്ങനെ പ്രലോഭിപ്പിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ രക്ഷകനുമായ യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ സാത്താന് കൊടുത്ത മറുപടികൾ, അല്ലെങ്കിൽ ആ പ്രലോഭനത്തിൽ വഴങ്ങാതെ പോയത്, അപ്പോസ്തലന്മാർ, മറ്റ് ശിഷ്യ സമൂഹങ്ങൾ ഒക്കെ എങ്ങനെയാണത് പ്രാവർത്തികമാക്കിയത്, ഈ പ്രലോഭനത്തിൽ വഴങ്ങാതെ പോയെന്നുള്ള ചിന്തകളൊക്കെയാണ് നമ്മൾ ഇനി മുന്നോട്ട് കേൾക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം, കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നിത്യനും വാഴ്ത്തപ്പെട്ടവനായ സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങൾ ചിന്തിക്കുന്ന വിഷയം വേറെ ദൈവിക മഹത്വം ദർശിക്കുന്നതായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമായി ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപാവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സർവായുധം ധരിച്ചുകൊണ്ട് സാത്താൻ്റെ പ്രലോഭനങ്ങളെ എതിർത്ത് നിൽക്കുവാനുള്ള പദ്ധതികൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണെന്നുള്ള പൗലോസ്ലീഹയുടെ വാക്കുകൾ ഞങ്ങൾ ഓർക്കുന്നു. എൻ്റെ ദൈവമോ അതിൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നത കർത്താവായ ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുമെന്ന് ഫിലിപ്പിയർ 4:19 പറഞ്ഞ വചനങ്ങളും ഞങ്ങൾ ഓർക്കുന്നു. ഈ വചനത്തിൻ്റെ ശക്തിയാൽ ദൈവമേ ഞങ്ങളെ നയിക്കണമേ, മുന്നോട്ട് നയിക്കണമേ. ഓരോ വാക്കുകളും കൃത്യമായി സംസാരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തകർച്ചകളിലും വീഴ്ചകളിലെല്ലാം ഞങ്ങളെ ഇന്നുവരെയും അവിടുന്ന് താങ്ങി എഴുന്നേൽപ്പിച്ച് കൂടെ നടത്തി അവിടുത്തെ മക്കളാണ് ഞങ്ങളെന്ന് പറയുവാൻ അവിടുന്ന് ഞങ്ങളെ വളരെ കരുതി, വളരെ സ്നേഹിച്ചു. ഞങ്ങൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളങ്ങയുടെ മക്കളാണെന്ന് പറയാൻ അവിടുന്ന് ലജ്ജിച്ചില്ല, അവിടുന്ന് കാണിച്ചില്ല. ഞങ്ങൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ അവിടുന്ന് രക്ഷിച്ച് വീണ്ടെടുത്തു. ഒത്തിരി നന്ദി, സ്തോത്രം ചെയ്യുന്നു കർത്താവേ, സ്തുതിക്കുന്നു നാഥ. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ തിരക്തത്തിൻ്റെ സംരക്ഷണം ഈ യൂട്യൂബ് ചാനലിനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ മക്കൾക്കും കർത്താവെ, ഈ ശുശ്രൂഷ പിടിക്കുന്ന മിഥുവിനും അവൻ്റെ കുടുംബത്തിനും കർത്താവെ നന്മകളും ഐശ്വര്യങ്ങളും ചൊരിയണമേ. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളിന്ന് ചിന്തിക്കുന്ന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിൽ നിന്നാണ്. സാത്താൻ്റെ പ്രലോഭനം യേശുവിൻ്റെ അടുക്കൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. യേശു ഉപവാസം കഴിഞ്ഞ്, നോമ്പും പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്നാണ് തുടങ്ങുന്നത്. അതിനാരംഭിക്കുന്നത് അങ്ങനെയാണ്. ആത്മാവ് യേശുവിനെ
പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് നയിച്ചു മരുഭൂമിയിലേക്ക്. പിശാചുണ്ടെന്നും പിശാച് മനുഷ്യവർഗത്തെ മുഴുവൻ പ്രലോഭിപ്പിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റുകയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ ദൈവം തന്നെയായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ മനുഷ്യനായി അവതരിച്ച് മനുഷ്യൻ ദൈവഹിതപ്രകാരം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്ന യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണല്ലോ. അപ്പോൾ ആ പൂർണ്ണ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നുള്ള സാത്താൻ്റെ പ്രലോഭനം, അവൻ്റെ പ്രലോഭന ചിന്ത, യേശുവിൻ്റെ അടുക്കിലേക്ക് അവൻ വരികയാണ്. യേശുവിന് ഈ സമയം വിശന്നു എന്ന് ബൈബിൾ പറയുന്നു. 2-ാമത്തെ വാക്യം. യേശു 40 ദിനരാത്രങ്ങളാണ് ഉപവസിച്ചത്. 40 ദിനരാത്രങ്ങൾ രാപകൽ ഉപവസിച്ചു. യേശുവിന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ച് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. പ്രലോഭകൻ സാത്താൻ യേശുവിനോട് പറഞ്ഞു, നിനക്ക് വിശക്കുന്നില്ലേ? നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ പറയുക. ഈ കല്ലിനോട് അപ്പമാകാൻ പറയുക. ആദമിനെ ഹവ്വായെയും പിശാച് ചതിച്ചത് കണ്ണിന് കൗതുകകരവും അറിവാകാൻ കഴിവുള്ളതുമാകയാൽ അഭികാമ്യമാണെന്ന് കണ്ട് പഴം പറിച്ച് തിന്നു, അല്ലെങ്കിൽ പഴം പറിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ അത് വിശപ്പിൻ്റെ ഒരു ഭാഗത്തല്ല, കൗതുകകരമായ അല്ലെങ്കിൽ അറിവ് പകരുന്നതാണെന്ന് കണ്ടിട്ടാണ് അതവിടെ പാപത്തിൻ്റെ ഇടയായത്. ഇവിടെ വിശന്ന സമയത്താണ് അത്ഭുതം പ്രവർത്തിക്കാൻ പറയുന്നത്. കല്ലിനോട് അപ്പമാകാൻ പറയും. കല്ലിനെ അല്ല എന്തിനെ അപ്പമാക്കാൻ കഴിയുന്ന ആളാണ് ദൈവമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ യേശു പറഞ്ഞ മറുപടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, വിശപ്പ് വരുമ്പോൾ, വിശപ്പ് ഒരു പ്രധാന ഘടകമാണെന്നുള്ളത് നമ്മളെല്ലാവരും ധരിച്ചിരിക്കുന്നതും, വിശപ്പിന് വേണ്ടി അല്ലെങ്കിൽ വിശപ്പ് മാറ്റാൻ വേണ്ടിയാണ് മനുഷ്യൻ കഠിനാധ്വാനം ചെയ്യുന്നതെന്നൊക്കെ നമുക്കറിയാം. അടിമപ്പണി വരെ ചെയ്യുന്നത് വിശന്നിട്ടാണ്. വിശന്നിട്ട് ആളുകൾ മോഷ്ടിക്കാറുണ്ട്. വിശന്നിട്ട് ആളുകൾ ആഹാരത്തിന് വകയില്ലാത്തതുകൊണ്ട് വ്യഭിചരിക്കാൻ പോകാറുണ്ട്. ചില സന്ദർഭങ്ങളിലൊക്കെ ഈ തെരുവിലൊക്കെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തെരുവിലൂടെ അലയുന്ന അല്ലെങ്കിൽ ശരീരം വിറ്റ് ജീവിക്കുന്ന സഹോദരിമാരെയൊക്കെ കണ്ട് അവരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, സാഹചര്യത്തിൽ അങ്ങനെ ആയിപ്പോയതാണ്, പട്ടിണി കൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ്. അതുപോലെ അമ്മയും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ആളുകളൊക്കെ തെരുവിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അവരുമായിട്ട് സംസാരിക്കുമ്പോഴും അവർ പറയാറുണ്ട്, വിശന്നിട്ടാണ്, ദാരിദ്ര്യമാണ്. വിശന്നിട്ട് കട്ടെടുത്തിട്ട് കൊല്ലപ്പെട്ടവർ വരെയുണ്ട് നമ്മുടെ കേരളത്തിൽ. അതുകൊണ്ട് വിശപ്പ് ഒരു പ്രധാന ഘടകമാണെന്ന് സാത്താൻ അറിയാം. മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ടതുമാണ്. ദൈവത്തിൻ്റെ വചനം തന്നെ പറയുന്നുണ്ടല്ലോ, മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യം ജലം, ആഹാരം, വസ്ത്രം, സ്വൈരമായി പാർക്കാനൊരിടമെന്ന്. അപ്പോൾ വിശപ്പ് പ്രധാന ഘടകമാകിയാൽ യേശുവിന് വിശന്നപ്പോൾ സാത്താൻ പ്രലോഭനം കൊടുക്കുകയാണ്, കല്ല് അപ്പമാകുക. കല്ല് അപ്പമാകാത്തതോ അല്ലെങ്കിൽ അപ്പമാകുകയില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല യേശു അതിന് തുനിയായിരുന്നത്. വിശപ്പിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ സാത്താനെ അനുസരിച്ചു എന്നുള്ളതാണ്. സാത്താനെ അനുസരിച്ചാൽ പിന്നെ അവൻ്റെ അടിമയായി. അപ്പോൾ മനുഷ്യൻ സാത്താനെ അനുസരിക്കാതിരിക്കാൻ വേണ്ടി യേശു പറഞ്ഞ മറുപടിയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ സ്വന്തമാക്കേണ്ടത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല വിശപ്പടക്കുന്നത്, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അത് പ്രിയപ്പെട്ടവരെ, നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ അങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 3-ാമത്തെ വാക്യം, അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. അവർക്കവിടെ പട്ടിണി ഉണ്ടായപ്പോൾ, ഇസ്രായേൽക്കാർക്ക് പട്ടിണി ഉണ്ടായപ്പോൾ
കർത്താവ് മോശ വഴി അവർക്ക് മന്ന കൊടുത്തത്, അത് മനുഷ്യൻ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ വാക്കുകൊണ്ട്, കർത്താവിൻ്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ടും അപ്പമുണ്ടാകും. കർത്താവിന് പ്രതീക്ഷിച്ച് കർത്താവിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നവർക്ക് കർത്താവ് ഏത് വിധത്തിലാണ് കൊടുക്കുന്നതെന്ന് അറിയില്ല എന്ന ആ ഒരു അറിവ് നമ്മൾ സൂക്ഷിക്കണം. നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും സാത്താൻ്റെ പ്രലോഭനത്തിന് വഴങ്ങേണ്ട ആവശ്യമില്ല, സാത്താൻ പറയുന്നത് അനുസരിക്കേണ്ട ആവശ്യമില്ല. ദൈവം നമുക്ക് കൃത്യസമയത്ത് അത് തരും എന്നൊരറിവാണ് അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ വിശപ്പടക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും വിശപ്പടക്കുന്നു എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് വിശപ്പടക്കുന്നു എന്ന് പറയുമ്പോൾ, വചനം നമ്മുടെ ശാരീരിക പ്രശ്നങ്ങളെ, നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുന്നതാണ്. ആ വചനം കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ദൈവം ഇടപെടുമെന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രലോഭനം ഉണ്ടാകുമ്പോൾ, നമുക്ക് വിശന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഉപവാസം എടുത്തു, ആ ഉപവാസം എടുക്കുമ്പോൾ തന്നെ നമുക്ക് ധാരാളമായിട്ട് വിശപ്പുണ്ടാകുമ്പോഴും ഒരുപക്ഷെ നമ്മൾ ഉപവാസം തെറ്റിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ പ്രലോഭകനാണ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത്, ഈ പ്രലോഭകനാണ് നമ്മളോട് ഇന്ന് സംസാരിച്ചിരിക്കുന്നത്, നിനക്ക് വിശക്കുന്നില്ലേ, നീ ഇന്ന് ഉപവസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നു. മറ്റൊന്ന്, അല്ലാതെ തന്നെ സമ്പൂർണ്ണമായി ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടല്ലോ. ഒരു ദിവസം തെരുവിൽ നിന്ന് കിട്ടിയ ഒരു കൊച്ചു പയ്യൻ, അവനൊരു 10-13 വയസ്സ് കാണും. അവന് വിശന്നപ്പോൾ അവൻ ഈ റെയിൽവേ ട്രാക്കിലൊക്കെ വേസ്റ്റ് ഭക്ഷണം ചാടിക്കിടക്കുന്നൊക്കെ കഴിച്ചാണ് ഉപജീവനം നടത്തിയിരുന്നത്. ട്രെയിനിലൊക്കെ കമ്പാർട്ട്മെൻറ്റിൽ കയറി തുടച്ച് വൃത്തിയാക്കുക, കൈ നീട്ടുക, പിരിവെടുക്കുക, ഇങ്ങനെയൊക്കെ ജീവിച്ചിരുന്നൊരു പയ്യൻ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ തമിഴ്നാട്ടിലൊരു ഏതോ ഒരു ചേരിയിൽ ജനിച്ചു. രണ്ടാനമ്മയുടെ പീഡനം കൊണ്ടൊക്കെ മടുത്ത് സഹികെട്ട് ഇവനിങ്ങനെ ഇറങ്ങിപ്പോയതാണ്. പിന്നെ ഭിക്ഷാടനമാണ് ഈ പയ്യൻ്റെ ഉപജീവന മാർഗം. അപ്പോൾ അവന് പറഞ്ഞത് എങ്ങനെയാണ്, അവൻ ഒരു ദിവസം ഇങ്ങനെ റെയിൽവേയിൽ ഈ ട്രെയിനിലൊക്കെ യാത്രക്കാരുടെ ഷൂസും അവരുടെ ഇരിപ്പിടങ്ങളൊക്കെ തുടച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസ് ചെക്കിങ് വന്നു. ട്രെയിനിൽ വെച്ച് ആരുടെയോ മാല പൊട്ടിക്കുകയോ എന്തോ അപകടം, കളവ് നടന്നു. അപ്പോൾ ആദ്യം ഇങ്ങനെയുള്ളവരെയാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ളവർക്ക് അറിവ് കിട്ടി, ട്രെയിനിൽ മൊത്തം ഭിക്ഷ ചെയ്ത് നടക്കുന്നവർക്കും ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി പോകുന്നവർക്കൊക്കെ അറിവ് കിട്ടി. ഇവരെല്ലാം 4 ഭാഗത്തേക്ക് ചിതറി ഓടി. പിന്നീട് അവർക്ക് ആ സ്റ്റേഷൻ പരിസരത്ത് വരാനോ അവിടെ പ്രവർത്തിക്കാനോ ജോലി ചെയ്യാനോ കഴിയാത്ത ഒരവസ്ഥയുണ്ടായി. അങ്ങനെ ഇവർ ഒരു ദേവാലയത്തെ കേന്ദ്രീകരിച്ച് പൈസ ഭിക്ഷ എടുക്കാൻ പോയി എന്ന് പറയുന്നു. അങ്ങനെ 2-3 പിള്ളേർ കൂടി ദേവാലയത്തെ കേന്ദ്രീകരിച്ച് ഭിക്ഷ എടുക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ ചെരുപ്പ് മോഷ്ടിക്കാൻ വന്നേക്കണമെന്ന് പറഞ്ഞ് അതിൻ്റെ അധികാരപ്പെട്ടവർ ഇവരെ ഓടിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ പിള്ളേർ വിശന്ന് ദിവസങ്ങളായി പട്ടിണിയായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ വീണ്ടും ഇവർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വന്നപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പോലീസുകാരൊന്നും അവിടെ കാണാനില്ല. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു, പ്രശ്നങ്ങളൊക്കെ കെട്ടടങ്ങിയെന്ന് ഇവർക്ക് തോന്നി. ഇവർ തീവണ്ടിയുടെ പരിസരത്തൂടെ നടക്കുകയാണ്, പ്ലാറ്റ്ഫോമിൽ കയറിയിട്ടില്ല, എതിർവശത്തെ കൂടെ നടക്കുകയാണ്. ആരെങ്കിലും ഭക്ഷണം കഴിച്ച പൊതി എറിയുന്നുണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പയ്യൻ പറയുകയാണ്, അങ്ങനെ ഒരു പൊതി ഒരു ട്രെയിനിൽ നിന്ന് എറിയുകയാണ്. അപ്പോൾ ആ ട്രെയിനിൽ നിന്ന് ആ പൊതി എറിഞ്ഞപ്പോൾ ഈ പൊതി വീണത് ഒരു ഓടയിലാണ്. ഈ ഓടയിലേക്ക് ഇത് മുങ്ങിത്താണ് പോകുന്നതിന് മുമ്പ് ഓടിച്ചെന്ന് ഇതെടുത്ത് വിടർത്തി
നോക്കിയപ്പോഴത്തേക്കും അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നൊരു അലർച്ച കേട്ടു. നിൽക്കണം അവിടെ നിന്ന്. പോലീസുകാരൻ്റെ ശബ്ദമായിരുന്നു. ഈ പൊതി അവിടെ ഇട്ടിട്ട് ഈ പയ്യൻ, ഈ 13 വയസ്സുകാരൻ ഓടിയെന്നാണ് പറയുന്നത്. ആ റെയിൽവേ ട്രാക്കിലൂടെ അവൻ ഓടി 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 അവൻ കുറേ ദൂരം ചെന്ന് പോലീസുകാരൊന്നും കാണാത്ത സ്ഥലത്ത് ചെന്ന് എത്തി. അപ്പോൾ ആ റെയിൽവേ ട്രാക്കിനടുത്ത് ഒരമ്പലം, ഒരു ചെറിയ അമ്പലം, അതിൻ്റെ അടുത്തൊരു പ്രതിമ ഇരിക്കുന്നുണ്ട്. ഇവൻ അതിനെ കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞു. അവൻ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് ജീവിച്ച ആളായതുകൊണ്ട് ആയിരിക്കാം അവൻ ആ പ്രതിമയെ കല്ലെറിഞ്ഞു, ആ രൂപത്തെ കല്ലെറിഞ്ഞു. നീയാണോ ദൈവം എന്ന് ചോദിച്ച് കല്ലെറിഞ്ഞു എന്ന് പറയും. ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് ദൈവം കണ്ണു തുറക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവം സഹായിച്ചില്ല എന്ന ചിന്തയിലാണ് അവൻ കല്ലെറിഞ്ഞതെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇത് ഓരോ മനുഷ്യൻ്റെയും വിശപ്പിൻ്റെ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്നതാണ്. ദൈവത്തെ പോലും തള്ളിപ്പറയും, ദൈവത്തെ പോലും തെറി പറയും, ദൈവത്തെ പോലും അവഗണിക്കും, അവഹേളിക്കും. അപ്പോൾ മനുഷ്യൻ ചെയ്യുന്ന ക്രൂരതകളുണ്ട്. അപ്പോൾ വിശക്കുമ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ വിശപ്പകറ്റാൻ വേണ്ടി ദൈവത്തെ പോലും വെല്ലുവിളിക്കും, അല്ലെങ്കിൽ ദൈവത്തെ പോലും ഉപദ്രവിക്കും, തെറി പറയുമെങ്കിൽ ആ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഇത് ചെയ്യുന്ന മനുഷ്യനെ, വിശപ്പില്ലാത്ത മനുഷ്യൻ ചെയ്യുന്ന ഒരുപാട് ദ്രോഹങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും നമ്മളിതിലൂടെ മനസ്സിലാക്കണം. ഇവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ ഈ മറുപടി. നീ പാപം ചെയ്യാതിരിക്കാൻ നീ സാത്താൻ്റെ പ്രലോഭനത്തിലകപ്പെട്ട് നീ ദൈവത്തിനെതിരെ തിരിയുകയോ അല്ലെങ്കിൽ നിന്നെ ഇല്ലായ്മ ചെയ്യാൻ ആളുകൾ മുതിരുകയോ ചെയ്യുമ്പോഴൊക്കെ നിൻ്റെ വിശപ്പിന് നീ കൊടുക്കേണ്ട മറുപടിയാണ് മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല വിശപ്പടക്കുന്നത്, ദൈവത്തിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടും അവന് വിശപ്പടക്കുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ വിശപ്പിൻ്റെ, എൻ്റെ ദാഹത്തിൻ്റെയും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അവനതിനെ പൂർത്തീകരിക്കാൻ അവൻ മതിയായവനാണ്. അതുകൊണ്ട് ഞാൻ സാത്താൻ്റെ പ്രലോഭനത്തിന് വഴങ്ങില്ല എന്നുള്ള തീരുമാനമെടുക്കണം. പ്രിയമുള്ളവരെ, അപ്പോൾ യേശുക്രിസ്തുവിനെ സാത്താൻ പ്രലോഭിപ്പിച്ചതിൻ്റെ ഒന്നാമത്തെ പ്രലോഭനമാണ് നമ്മൾ കണ്ടത്. അതിൽ നാം എടുക്കേണ്ട ഒരു വചനം അല്ലെങ്കിൽ ഒരു ധ്യാനം എന്ന് പറയുന്നത്, നമുക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ, എന്തെല്ലാം വേദനകൾ ഉണ്ടായാലും നാം ഇവൻ്റെ പ്രലോഭനത്തിന് വഴങ്ങരുത്. ഇവൻ പല രീതിയിൽ വിശപ്പായിട്ടും നഗ്നനായിട്ടും ദാരിദ്ര്യമായിട്ടും ഒക്കെ ഇവൻ നമ്മുടെ മുമ്പിൽ വരും. അത് നമുക്ക് തുറന്നങ്ങോട്ട് ചിന്തിക്കാം. യോബിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയും. അപ്പോൾ അവിടെ ഈ പറഞ്ഞ വചനം, യേശുവിൻ്റെ മറുപടി, അത് നമ്മുടെ ജീവിതത്തെ ധൈര്യപ്പെടുത്തിയിട്ട് നമുക്കത് തക്ക സമയത്ത് പറയുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, പ്രലോഭകൻ ഞങ്ങളെ പ്രലോഭിപ്പിക്കുമ്പോൾ ഞങ്ങൾ അതിൽ പെട്ടുപോകാതെ വിശുദ്ധിയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ഈ വചനം ഞങ്ങൾ ധൈര്യപ്പെടുത്തണമേ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല വിശപ്പടക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ഓരോ വാക്കുകൾ കൊണ്ടും തൃപ്തനാകുന്നു എന്ന തിരുവചനം എന്നെ ധൈര്യപ്പെടുത്തണമേ. എൻ്റെ ചുറ്റുപാടുകളെ, എൻ്റെ സമൂഹത്തിൽ ധൈര്യപ്പെടുത്തണമേ. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ടുത്തരം തരുമാറാകണമേ. മാനവും മഹത്വവും പൊന്നു തിരുമേനിയടുത്താട്ട് യേശുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി.